നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ വടകരയിൽ പ്രചരിച്ച കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ UDF തന്നെയെന്ന് ഇടതുമുന്നണി കൺവീനർ EP ജയരാജന്റെ മലക്കം മറിച്ചു. കോടതിയിലെ വിചാരണ ഘട്ടത്തിൽ ഇക്കാര്യം വ്യക്തമാകുമെന്നാണ് ജയരാജൻ കണ്ണൂരിൽ പറയുന്നത്. ജയരാജന്റെ പ്രസ്താവന വിവാദമായതോടെ കാഫിർ കേസ് പിണറായി മാറ്റിമറിക്കുമോ എന്ന ആശങ്കയാണ് ഉയരുന്നത്. സോഷ്യൽ മീഡിയയെ പലരും ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നും ഇടതു ഗ്രൂപ്പുകളിലാണ് സ്ക്രീൻഷോട്ട് ആദ്യം വന്നതെന്നും ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു ജയരാജന്റെ പ്രതികരണം. കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച സംഭവത്തിൽ DYFIയും CPMും പ്രതികൂട്ടിലാവുന്ന സാഹചര്യത്തിലാണ് ജയരാജന്റെ ഈ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. വടകരയിൽ CPM സൈബർ പോരാളികളിൽ നിന്ന് പുറത്തു വന്ന കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതാവട്ടെ റിബേഷ് എന്ന DYFI നേതാവെന്ന് സാധൂകരിക്കുന്ന റിപ്പോർട്ടാണ് പോലീസ് കോടതിയിൽ നൽകിയിട്ടുള്ളത്. ഇടത് ഹാൻഡിലുകളാണ് ഈ ഗ്രൂപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നത്. DYFI വടകര ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റായ റിബേഷ് ആറങ്ങോട്ടെ MLP സ്കൂൾ അധ്യാപകനാണ്. ഇയാളും രാമകൃഷ്ണൻ അടക്കമുള്ളവരാണ് ആദ്യം ഇത് ഷെയർ ചെയ്തതെന്നാണ് MSF നേതാവ് മുഹമ്മദ് കാസിം നൽകിയിരിക്കുന്ന മൊഴി. DYFI ബ്ലോക്ക് പ്രസിഡന്റായ റിബേഷ് റെഡ് എൻകൗണ്ടർ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിൻ കൂടിയാണ്. ഒരു അധ്യാപകൻ എന്ന തലത്തിലുള്ള ഉത്തരവാദിത്തം കാണിക്കാതെ നാട്ടിൽ വർഗീയ കലാപം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പോസ്റ്റാണ് റെഡ് എൻകൗണ്ടർ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അയച്ചതെന്നാണ് ഇത് സംബന്ധിച്ച് പോലീസ് കണ്ടെത്തിയിരുന്നത്. വടകരയിൽ 4 വോട്ടിന് വേണ്ടി CPM കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടത്തി വരുന്ന വർഗീയ ധ്രുവീകരണത്തിന്റെ ചെറിയ ഉദാഹരണം മാത്രമാണ് ഇപ്പോൾ തെളിഞ്ഞതെന്ന ആക്ഷേപവും ഉണ്ട്. കേരളത്തിലെ പോലീസ് രാഷ്ട്രീയം നോക്കിയല്ല പ്രവർത്തിക്കുന്നത് എന്ന് ഇപ്പോൾ പ്രതിപക്ഷം അംഗീകരിച്ചല്ലോ എന്നാണ് ജയരാജൻ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നത്. അതിന് അവരോട് നന്ദിയുണ്ട്. അന്വേഷണത്തിൽ ലഭിച്ച വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് പോലീസ് റിപ്പോർട്ട് നൽകിയത്. അത് കോടതിയിൽ തെളിയിക്കലാണ് ഇനി ചെയ്യാനുള്ളത്. ആ ഘട്ടത്തിൽ UDFന്റെ പങ്ക് പുറത്തു വരുമെന്ന് ജയരാജൻ തറപ്പിച്ച് പറയുകയാണ്. സ്ക്രീൻഷോട്ട് പ്രചാരത്തിൽ UDFന്റെ പങ്കാളിത്തം, യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പങ്കാളിത്തം, അതിനു പിന്നിൽ പ്രവർത്തിച്ച മറ്റുള്ളവർ എല്ലാം വിചാരണ ഘട്ടത്തിൽ പുറത്തു വരുമെന്ന് പറയുന്ന ജയരാജൻ പ്രാഥമികമായ അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയ വിവരങ്ങളാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടിലുള്ളതെന്നും പറയുന്നുണ്ട്. സ്ക്രീൻഷോട്ടിന് പിന്നിൽ UDF ആണെന്നതിന് എന്താണിത്ര സംശയം? UDFന്റെ കൈകൾ പരിശുദ്ധമാണോ? കോടതിയിൽ വരട്ടെ, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഹാജരാക്കും എന്നാണ് ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. സത്യത്തിൽ കേസിൽ പോലീസ് കള്ളക്കളി നടത്തുകയാണോ എന്ന സംശയം ഇതോടെ ഉയർന്നിട്ടുണ്ട്. റിബേഷ് എന്തൊക്കെ ചെയ്തെന്ന് പോലീസ് കണ്ടെത്തിയിട്ടും പോലീസ് നിഷ്ക്രിയത്വം കാണിക്കുന്നതും സംശയങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തിട്ടും DGP, DIG, SP തുടങ്ങിയവർക്ക് പരാതി നൽകിയിട്ടും പോലീസ് കാഫിർ വിഷയത്തിൽ നടപടിയെടുക്കാൻ തയ്യാറായിരുന്നില്ല. അമ്പാടിമുക്ക് കണ്ണൂർ എന്ന FB പേജിലാണ് ഇത് കണ്ടത്. അതിൽ നിന്നാണ് ഇത് കിട്ടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പരാതി നൽകുന്നത്. എന്നാൽ പ്രതികൾ എന്ന് കണ്ടെത്തിയവരെ പോലും പോലീസ് സാക്ഷികളാക്കി മാറ്റുന്ന വിചിത്രമായ നടപടികളാണ് ഉണ്ടായതെന്ന് പരാതിക്കാരൻ പറയുന്നു. കാഫിറിന് പിന്നിൽ കളിച്ചവർ DYFIക്കാരായതിനാണ് അവരെ പ്രതി ചേർക്കുന്നതിൽ പോലീസ് നിഷ്ക്രിയത്വം കാട്ടുന്നത്. 4 തവണ ഈ കേസുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തിട്ടില്ല. ഒടുവിൽ ഹൈക്കോടതി ഇടപെട്ടതോടെ പോലീസ് പോരാളി ഷാജി അടക്കമുള്ളവർക്കെതിരെ റിപ്പോർട്ട് നൽകുകയായിരുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ കോടതിയിൽ മാത്രമാണ് വിശ്വാസമെന്നും പരാതിക്കാരനായ മുഹമ്മദ് കാസിം പറയുന്നത് ഈ സാഹചര്യത്തിലാണ്. അതേസമയം കാഫിർ സ്ക്രീൻഷോട്ട് ഭീകര പ്രവർത്തനത്തിന് തുല്യമായ വിദ്വേഷ പ്രചാരണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. കുറ്റക്കാരെ UAPA ചുമത്തി ജയിലിൽ അടയ്ക്കേണ്ട കേസാണിത്. എല്ലാ തെളിവും ഉണ്ടായിട്ടും പോലീസ് ഒന്നും ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. കാഫിർ പോസ്റ്റിനെതിരെയുള്ള നിയമ പോരാട്ടം തുടരുമെന്നും VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ തെളിവും ഉണ്ടായിട്ടും പോലീസ് ഒന്നും ചെയ്യുന്നില്ല. മുഖ്യമന്ത്രി കുറ്റക്കാരെ സംരക്ഷിക്കുകയാണ്. വിമർശിച്ചാൽ കേസെടുക്കും, എന്നാൽ വിദ്വേഷം പ്രചരിപ്പിച്ചാൽ കേസില്ല. DYFIക്കാരനെ ചോദ്യം ചെയ്താൽ വിവരം കിട്ടും, പക്ഷെ ചെയ്യുന്നില്ല. ഹൈക്കോടതി ഇടപെട്ടത് കൊണ്ടാണ് സത്യം പുറത്തു വന്നത്, VD സതീശൻ കൊച്ചിയിൽ പറഞ്ഞു. ഉന്നത തലത്തിൽ നടത്തിയ ഗൂഢാലോചനയാണ് ഇതെന്നും വർഗീയ സംഘർഷത്തിന് വരെ കാരണമാകാവുന്ന പ്രചരണമാണ് നടത്തിയതെന്നും VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതി പോലീസിന്റെ ചെവിക്ക് പിടിച്ചത് കൊണ്ടാണ് ഇത്രയെങ്കിലും പുറത്തു വന്നത്. അതേസമയം കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ UDF തീരുമാനിച്ചിരിക്കുകയാണ്.
തിങ്കളാഴ്ച UDF-RMP നേതൃത്വത്തിൽ വടകര SP ഓഫീസിലേക്ക് മാർച്ച് നടത്തും. മുൻ MP K മുരളീധരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. വിവാദമുണ്ടായി 4 മാസത്തോളമായിട്ടും പ്രതികളിലേക്ക് അന്വേഷണം എത്താത്തത് പ്രതികളെ സംരക്ഷിക്കുന്ന പോലീസ് നിലപാടിന്റെ ഭാഗമാണെന്നാണ് UDF കുറ്റപ്പെടുത്തുന്നത്.